Hi everyone, this is Abin from Abin. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിന്റെ ബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സും ന്യൂസിനെ പറ്റിയാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ കാണുന്ന കുറേയധികം കൂട്ടുകാരെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഇനിയും ഇതിലും അടിപൊളിയുള്ള വീഡിയോസ് നിങ്ങൾക്കായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം OSകളുടെ അപ്ഡേറ്റ് ആപ്പിൾ കൊടുക്കുന്നുണ്ട്. iOS 7 ബീറ്റ 3, WatchOSന്റെ 10 ബീറ്റ 3, അതേപോലെ macOS Sonoma പുതിയൊരു ബീറ്റ എന്നീ പറഞ്ഞ കുറേയധികം ബീറ്റാസ് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ iOS 17 കുറേയധികം അടിപൊളിയുള്ള ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആപ്പിൾ. ഇതിൻ്റെ ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ കാണുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ നമ്മുടെ WWDC 2023 നമ്മൾ ആദ്യമായി കണ്ട വിഷൻ പ്രോ എന്ന് പറഞ്ഞ ആ ഒരു അടിപൊളി ഡിവൈസ് നമുക്കറിയാം അടുത്ത കൊല്ലം മൈക്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതൊരു മാസ് പ്രൊഡക്ഷനിൽ വലിയ പ്രശ്നമാണ് ആപ്പിളിന് വരുത്താൻ പോകുന്നത്. നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 100 to 150K യൂണിറ്റ് മാത്രമാണ് ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ ഐഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐഫോൺ ഒരു കൊല്ലം മാത്രം വിൽക്കുന്നത് ഏകദേശം 200 മില്യൺ പ്ലസ് യൂണിറ്റാണ്. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ വിഷൻ പ്രോ ഭയങ്കരമായിട്ട് കുറച്ചാണ് ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ കോംപ്ലക്സ് ഡിസൈൻ ആപ്പിളിൻ്റെ പ്രൊഡക്ഷന് കുറേ അധികം പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം ഈ സെപ്റ്റംബറിൽ നമുക്ക് പുതിയ ഒരു എയർപോഡ്സ് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നേരത്തെ ഉണ്ടായ ആ ഒരു ജനറേഷൻ തന്നെയായിരിക്കും, പക്ഷേ നമുക്കൊരു പ്രോയിൽ ഈ പറഞ്ഞ USB-Cയിലേക്കുള്ള മൈഗ്രേഷൻ കാണാൻ പറ്റും. ആൻഡ് ആപ്പിൾ കുറച്ചധികം എയർപോഡ്സ് ടെക്നോളജീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു എയർപോഡ്സ് തന്നെ നമുക്കൊരു ഹിയറിംഗ് എയ്ഡായിട്ട് യൂസ് ചെയ്യാം. പ്രോപ്പർ ഹിയറിംഗ് എയ്ഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ആപ്പിൾ മെഡിക്കലി കുറേ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാറെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹിയറിംഗ് എയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെഫായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും എയർപോഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഡിവൈസ് കുറേയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കും. ആൻഡ് നമ്മുടെ ഈ പറഞ്ഞ എയർപോഡ്സിൻ്റെ സിസ്റ്റത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ പല ഫ്രീക്വൻസിയിൽ പല സൗണ്ട് നമ്മുടെ ഇയേഴ്സിലേക്ക് കൊടുത്ത് ആ ഒരു ഹിയറിംഗ് എബിലിറ്റി എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അതേപോലെ നമ്മുടെ ഇയർ കനാലിൽ കൂടെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മനസ്സിലാക്കാനും നമുക്ക് പറ്റും. അതുകൊണ്ട് നമുക്ക് വയ്യാതാകുമ്പോൾ അമ്മയെ പനിക്കുന്നുണ്ട് തൊട്ട് നോക്കുക എന്ന് പറഞ്ഞ സീൻ നമുക്ക് വരില്ല. നമ്മുടെ ഡിവൈസ് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. iOS 7 കാര്യം പറഞ്ഞപ്പോഴാണ് ബീറ്റ 3യിൽ ഫിറ്റ്നസ്സിന് ഒരു മെമ്മോജി സ്പ്ലാഷ് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. എന്തായാലും നല്ല ഭംഗിയുണ്ട് ആ ഒരു സ്പ്ലാഷ് സ്ക്രീൻ തന്നെ കാണാനായിട്ട്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ട്വിറ്ററിനെ കില്ല് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് ഇൻസ്റ്റാഗ്രാം റിലീസ് ചെയ്യുന്നുണ്ട്. ഐഫോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ കൂട്ടർക്കും ആ ഒരു ആപ്പ് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ എവിക്കയുടെ ചാനലിൻ്റെയും ആ ഒരു ത്രെഡ് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം. എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക. കുറേയധികം ലീക്സ്, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോയുടെ കുറേയധികം ഹിഡൻ ഡീറ്റെയിൽസും ഈസ്റ്റർ എഗ്സും നിങ്ങൾക്ക് ത്രെഡ്സിൽ കൂടെ കിട്ടും. അപ്പോൾ എന്തായാലും അവിടെയും നമ്മുടെ ആ ഒരു എവിക്ക ചാനൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. iOS 7 കാര്യം പറയുമ്പോൾ എല്ലാ കൂട്ടുകാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്നാണ് iOS 7 പബ്ലിക് റിലീസിന്? നമ്മുടെ ഒഫീഷ്യൽ പബ്ലിക് റിലീസിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കമ്മിങ് സൂൺ എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഈ പറഞ്ഞ OSൻ്റെ പ്രൊഡിക്ഷൻ ഡേറ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് പബ്ലിക് ബീറ്റ റിലീസാവും. പക്ഷേ ഒരു ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിൽ ഒരു ഫോണുള്ളൂ, അത് തന്നെയാണ് നിങ്ങളുടെ പ്രൈമറി ഫോണെങ്കിൽ ഒരിക്കലും പബ്ലിക് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്കൊരു സെക്കൻഡറി ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസിൽ എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാനായിട്ടൊരു മാക്ബുക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ്
നിങ്ങൾക്ക് ഈ പറഞ്ഞ iOS 17 ഒഫീഷ്യൽ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഡിവൈസ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് iOS 17 എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കുറേയധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറേയധികം അടിപൊളിയായുള്ള ഫീച്ചേഴ്സ് ഈ ഒരു OSൽ നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ കാർഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും പറഞ്ഞു. ആപ്പിൾ കാർഡ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അത് നോക്കുന്നത് HDFC ബാങ്കിൻ്റെ ത്രൂ ആയിരിക്കും എന്നെല്ലാം പറയാം. പക്ഷേ അമേരിക്കയിൽ അല്ലെങ്കിൽ അമേരിക്കയിലല്ല ബാക്കി എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ ആപ്പിൾ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഗോൾഡ്സ്മാൻ എന്ന് പറഞ്ഞ ഒരു ബാങ്കിങ് കമ്പനിയാണ്. പക്ഷേ അവർ ഈ പറഞ്ഞ ആപ്പിളിൻ്റെ എഗ്രിമെൻ്റ് ആയിട്ട് മാറാൻ പോവുക. ഏകദേശം 1 ബില്യൺ രൂപ വരെ അവർക്ക് നഷ്ടമായി എന്നാണ് പറയുന്നത്. കാരണം ആപ്പിൾ കാർഡ്സിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റോ ഒരു കാര്യങ്ങളോ വരുന്നില്ല, ഒരു ആനുവൽ ചാർജോ ബാക്കി കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആപ്പിൾ ആ ഒരു കാർഡിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഗോൾഡ്സ്മാൻ എന്ന് പറഞ്ഞ ബാങ്കിങ് കമ്പനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ എക്സ്പ്രസ് എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആ ഒരു കമ്പനി ആയിരിക്കും നമ്മുടെ ആപ്പിൾ കാർഡ് ഇനി മുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അമേരിക്കൻ എക്സ്പ്രസ് വരികയാണെങ്കിൽ ചിലപ്പോൾ ആപ്പിൾ കാർഡിൻ്റെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിന് കിട്ടുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ആപ്പിൾ കാർഡ് യൂസർ ആണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ടതായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടെപ്പിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച എല്ലാ പുതിയ കാര്യങ്ങളും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഇപ്പോഴും കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നത്. സോ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മുടെ സ്വന്തം ചാനലിലെ ഹാൻഡിൽസ് ഉണ്ട്. ട്വിറ്ററിലുണ്ട്, അതേപോലെ ഇൻസ്റ്റാഗ്രാം, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ത്രെഡ്സ്, എല്ലാ പുതിയ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ആ ഹാൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്നെല്ലാം ഫോളോ ചെയ്യാം. നമ്മുടെ വീഡിയോയുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറേ ഡീറ്റെയിൽസും ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളും ലീക്സും റൂമേഴ്സും ഈസ്റ്റർ എഗ്സും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. സോ എല്ലാ സോഷ്യൽ മീഡിയയുടെയും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗോ ഫോളോ മീ എവറി സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാണെങ്കിലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് Abin Xavier signing from Evika.